വെൽക്കം ബാക്ക് ടു എസ്എഫ്എംസ്. ഞാൻ എൽസ. ഇന്ന് നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. കാരണം കുറേ പേര് നമ്മുടെ ചന്ദേരി സിൽക്കിനും മഹേഷ് സിൽക്കിനും ഒക്കെ വെയിറ്റിംഗ് ആണ്. അപ്പൊ നേരത്തേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു പീസ് ആണെങ്കിലും ഉണ്ടാവും, പഴയതിൽ നിന്നാണെങ്കിലും ഒക്കെ. പക്ഷെ ഇപ്പൊ നമ്മുടെ എല്ലാ പീസസും തീർന്നു. ഏതെങ്കിലും പീസ് തരാമെന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് വെയിറ്റിംഗ് ആണ്. അപ്പോൾ എന്നാണ് പുതിയ വീഡിയോ എന്ന് വെച്ചാൽ കുറേ റിക്വസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ഒരു വീഡിയോ ചെയ്തേക്കാം. കുറേ പേര് വെയിറ്റിംഗ് ആയതുകൊണ്ട് എന്തൊക്കെയോ ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് കുറച്ച് പേര് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കളക്ഷൻസ് ആയിട്ട് നമ്മളൊരു വീഡിയോ ഒന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യാം. വാട്സപ്പിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മറക്കരുത്. ഓണത്തിന്റെ അടിപൊളി കളക്ഷൻസ് ഒക്കെ നമുക്ക് വരുന്നുണ്ട് കേട്ടോ. റണ്ണിങ് ഫാബ്രിക്സ് ആയിട്ടും ദുപ്പട്ടയായിട്ടും എല്ലാം നിങ്ങൾക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്യാൻ പറ്റുന്നതും എല്ലാം ആയിട്ടുള്ള കുറച്ച് അടിപൊളി കളക്ഷൻസ് വരുന്നുണ്ട്. സോ മിസ്സാക്കരുത്. നമ്മുടെ ഓണം കളക്ഷൻസ് ആയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് കാണാം. ഫസ്റ്റ് സ്യൂട്ട് കാണിക്കുന്നതിന് മുമ്പ് നമ്മളൊരു കാര്യം പറഞ്ഞോളാം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡാമേജ് ഉള്ള ഐറ്റംസ് മാത്രമാണ് നമ്മൾ റിട്ടേൺ എടുക്കുകയുള്ളൂ. കളർ ചേഞ്ചോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൈ കിട്ടി കഴിയുമ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്ത കളറല്ല അല്ലെങ്കിൽ അങ്ങനെ അതിനൊന്നും നമ്മൾ റിട്ടേൺ എടുക്കുന്നതല്ല. കാരണം നമ്മൾ ഒന്നോ രണ്ടോ പീസസ് അല്ല ഡിസ്പാച്ച് ചെയ്യുന്നത്. നമ്മൾ ഒരു വീഡിയോയിൽ തന്നെ അത്യാവശ്യം നല്ലൊരു പീസ് ഓർഡേഴ്സ് നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ മാറ്റി കൊടുക്കുക, എക്സ്ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ പിന്നെ എടുക്കുക, അതൊന്നും നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ചോദിക്കുക. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ വീഡിയോയിൽ മാക്സിമം കറക്റ്റ് കളർ കാണിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. പിന്നെ ചെറിയ ചേഞ്ചസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുക. ഒരു 5% ഒക്കെ ചേഞ്ച് നിങ്ങൾ ഏത് ഷോപ്പിൽ നിന്ന് മേടിച്ചാലും എക്സ്പെക്ട് ചെയ്യാം. നമ്മൾ നേരെ കണ്ണുകൊണ്ട് കണ്ടെടുക്കുന്ന പോലെയുള്ള ഒരു ഫീൽ നമുക്ക് എന്തായാലും വീഡിയോ ത്രൂ നമുക്ക് കാണിക്കാൻ പറ്റത്തില്ലല്ലോ. ഇപ്പം ഞാൻ കാണിക്കുന്നത് പറഞ്ഞാൽ ഞാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ അടുത്തും വന്ന് കാണിക്കുന്നുണ്ട്. അത്രയാണ് നമുക്ക് കാണിക്കുന്നത്. മാക്സിമം നമ്മൾ പറ്റുന്ന പോലെ ചെയ്യുന്നുണ്ട്. പിന്നെ ചെറിയ കളർ വേരിയേഷൻ ഉണ്ടാവും, നിങ്ങൾ അത് എക്സ്പെക്ട് ചെയ്യണം. ചിലതിന് ഉണ്ടാവത്തില്ലായിരിക്കും, കളർ കറക്റ്റ് തന്നെ ആയിരിക്കും. പക്ഷെ എന്നാലും ഞാൻ പറയും, കളർ എല്ലാ പീസസിനും ഒരു 5% കളർ ചേഞ്ച് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം കേട്ടോ. അപ്പൊ ആ കളർ മാറിപ്പോയി അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച ഫാബ്രിക് അല്ല, അങ്ങനെയൊന്ന് റീസൺസ് നമ്മൾ എക്സ്ചേഞ്ച് ഉണ്ടാവുന്നതല്ല. അപ്പൊ അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ ഇപ്പൊ 2-3 പേര് അങ്ങനെ പറഞ്ഞു എൻ്റെ അടുത്ത്. അതുകൊണ്ടാണ് കിട്ടിയ എല്ലാവരും നമ്മുടെ പ്രോഡക്ട്സിലെല്ലാം സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പക്ഷെ 2-3 പേരാണെങ്കിലും പറഞ്ഞു അത് റീപ്ലേസ് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചിട്ട് നമ്മുടെ അടുത്ത് ഇച്ചിരി ഹാഷായിട്ടൊക്കെ സംസാരിക്കുന്ന കുറച്ച് പേരുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഒറ്റയടിക്കാൻ പറഞ്ഞതാണ് ചെറിയ കളർ ചേഞ്ച് ഉണ്ടാവും. ഞാൻ മിക്കതിലും കളർ ചേഞ്ച് ഉണ്ടെങ്കിൽ ഞാൻ പറയാറുണ്ട്. ഇതിന് ചെറിയൊരു ഒരു കളർ ചേഞ്ച് ഉണ്ട് കേട്ടോ. നമ്മളിപ്പോ ചിലർ വന്നിട്ട് പറയും കുറച്ചുകൂടി ക്ലോസ് ആയിട്ടൊരു വീഡിയോ എടുത്ത് തരാം, ഒരു ഫോട്ടോ എടുത്ത് അയച്ചു തരാം. ഇപ്പൊ ഈ മെറ്റീരിയൽ തന്നെ ഇവിടെ നിൽക്കുമ്പോഴും ഞാൻ വളരെ ക്ലോസ് ആയിട്ട് വരുമ്പോഴും അതിന്റെ കളറിൽ ചെറിയ ചേഞ്ച് ഉണ്ടാവും. അപ്പൊ നമ്മൾ ക്യാമറയിൽ മാക്സിമം നമ്മൾ കളർ കറക്റ്റ് കൊണ്ടുവരാറുണ്ട്. ഇത്ര എക്സ്പ്ലനേഷൻസ് ഒരു വീഡിയോസിലും ഞാൻ കണ്ടിട്ടില്ല. ഞാനും നേരത്തെ ഓൺലൈൻ പർച്ചേസ് കണ്ടിരുന്ന ആളാണ്. ഇത്രയും എൻ്റെ കൈ കിട്ടി കഴിയുമ്പോഴും എനിക്ക് ചെറിയ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് ആരും പറയാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ ദിവസം വർത്താനം കുറയ്ക്കാനൊക്കെ പറഞ്ഞ് ഒരു കമന്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അത്ര എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് എൻ്റെ വർത്താനം കൂടി പോകുന്നതും. ഓക്കെ. അപ്പൊ നമ്മൾ മാക്സിമം ജെന്യുവൻ ആയിട്ടാണ് കേട്ടോ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ കളർ ചേഞ്ച് 2-3 പേരാണെങ്കിൽ പറഞ്ഞതെങ്കിൽ കൂടി ഞാനത് പറഞ്ഞതെന്നുള്ളൂ. വീഡിയോയിൽ ഉടനെ തന്നെ പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ അത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. മൈൻഡിൽ ഇട്ടിട്ട് വേണം ഓർഡർ ചെയ്യാൻ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് ഓർഡർ ചെയ്യാം. സോ ഫസ്റ്റ് വന്നേക്കുന്നത് ഒരു ഇൻഡിഗോ ബ്ലൂവിൽ വന്നേക്കുന്നതാണ്. നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് കേട്ടോ. നല്ല സ്ട്രൈപ്സ് പാറ്റേണിൽ പോയിരിക്കുന്നു. നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ്. ഇൻഡിഗോ ബ്ലൂ, അതുപോലെ തന്നെ ഒരു ടീൽ ബ്ലൂ കൂടെ ഇത് ഇൻഡിഗോ ബ്ലൂ ആണ്, ഇത് ടീൽ ബ്ലൂ. ഒരു കുറച്ചുകൂടെ എൻ്റെ ഒരു ടിന്റ് കുറഞ്ഞിട്ടുള്ള ഒരു ബ്ലൂ ആണ്. അങ്ങനെ വന്നേക്കുന്നു. ഒരു ഓഫ് വൈറ്റും ആണ് കളർ, പ്യുവർ വൈറ്റ് അല്ല, ഒരു ഓഫ് വൈറ്റ് ആണ് എൻ്റെ കോമ്പിനേഷൻ കളർ വന്നേക്കുന്നത്. ഇങ്ങനെ വരുന്നു ടോപ്പ് ഫാബ്രിക്. ആൻഡ് ദുപ്പട്ട വന്നേക്കുന്നത് ഇൻഡിഗോ ബ്ലൂ ഷെയ്ഡിൽ തന്നെ ഡാർക്ക് ആയിട്ടുള്ള ഇൻഡിഗോ ബ്ലൂ ഷെയ്ഡിലേക്ക് വന്നേക്കുന്നു. ആൻഡ് എൻഡിലായിട്ടാണ് ടോപ്പിന്റെ ആ സെയിം കണ്ടോ, ടോപ്പിന്റെ സെയിം ആ എൻഡിലായിട്ട് വന്നേക്കുന്നു. ആൻഡ് ഓൾ ഓവർ സെന്റർ പോർഷനിൽ ഇതാ ഇങ്ങനെ വന്നേക്കുന്നു. ബോട്ടത്തിന്റെ സെയിം ഡിസൈൻ ആണ്. ചന്ദേരി സിൽക്ക് ആണ് കേട്ടോ ഫാബ്രിക്. ഫസ്റ്റ് നമ്മൾ കാണിക്കുന്ന ചന്ദേരി സിൽക്ക് ആണ്. ചന്ദേരി സിൽക്കും മഹേശ്വരി സിൽക്കും ആണ് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത്. ഇത് ചന്ദേരി സിൽക്ക് ആണ് കേട്ടോ. ആൻഡ് ബോട്ടം വന്നേക്കുന്നത് നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു ഇൻഡിഗോ ബ്ലൂ ഷെയ്ഡിലേക്കാണ് ഇങ്ങനെ പ്രിന്റഡ് ആയിട്ട് വരുന്നു. ഇങ്ങനെ വരുന്നു ഫുൾ സെറ്റിന്റെ ലുക്ക്. പ്രൈസ് വരുന്നത് 1980. അടുത്തത് ഗ്രീൻ ആൻഡ് ബ്ലൂ കളർ കോമ്പിനേഷനിലേക്ക് വരുന്നു. അതിന്റെ ബേസ് കളർ വന്നേക്കുന്ന ഒരു ഗ്രീൻ ആണ്. നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ, ഒരു പാരറ്റ് ഗ്രീനിന്റെ കുറച്ചുകൂടെ ഒരു ലൈറ്റ് ഗ്രീൻ ആണ് വന്നേക്കുന്നത്. ആൻഡ് ബാക്കി ഡിസൈൻ വന്നേക്കുന്ന ഒരു 2 കളറിലുള്ള ബ്ലൂ ആണ്. ഒരു ഡാർക്ക് ബ്ലൂ, ഇങ്ക് ബ്ലൂ,
ടീൽ ബ്ലൂ കൂടെ ബ്ലെൻഡ് ആയിട്ടുള്ള കളറിൽ നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷനാണ്. ഇതാ ഇങ്ങനെ വന്നേക്കുന്നു. ഗ്രീനും ബ്ലൂ ജാൽ ഡിസൈൻ ആണ് ഫുള്ള് വന്നേക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് വൈറ്റിൻ്റെ ഒരു ചെറിയ പ്രിൻ്റൊക്കെ കയറി പോകുന്നുണ്ട്. ഇതാ ബോർഡർ ഇങ്ങനെ വരുന്നു. ചന്ദേരി സിൽക്കാണ് കേട്ടോ ഫാബ്രിക്. നല്ല ലെങ്ത്തും വിട്ടും ഉള്ള ഫാബ്രിക് ആണ്. നല്ല സൈസിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. 48-49 ലെങ്ത് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ഫാബ്രിക് ഉണ്ട്. ആൻഡ് ദുപ്പട്ട വന്നേക്കുന്നത് വൈറ്റ് കളർ ബേസ് കളർ വന്നിട്ട് അതിലേക്ക് ബ്ലൂ കളറിലുള്ള പ്രിന്റ് വരുന്നു. ഇങ്ങനെ വരുന്നു ദുപ്പട്ട. ദുപ്പട്ടയും നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. ഈ ഫാബ്രിക്സിന്റെ എല്ലാം ദുപ്പട്ടയ്ക്ക് നല്ല ലെങ്ത്തും വിത്തും ഉള്ള ദുപ്പട്ടയാണ്. തലയിലൊക്കെ ഇടുന്ന കസ്റ്റമേഴ്സിനാണെങ്കിലും ഒക്കെ നല്ല എന്താണ് നമ്മൾ പള്ളിയിൽ പോകുമ്പോഴൊക്കെ ആണെങ്കിലും ഇടുമ്പോൾ നല്ല ഇങ്ങനെ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. കണ്ടോ, നല്ല രസമുണ്ട്. ദുപ്പട്ടയുടെ പ്രിന്റ് ഇങ്ങനെ വരുന്നു. ഇതാണ് ദുപ്പട്ട പ്രിന്റ്. ആൻഡ് താഴെയായിട്ട് ഇങ്ങനെ ടോപ്പിന്റെ ആ സെയിം ഇതിൽ ടാസിൽസും ഉണ്ട് കേട്ടോ. ടാസിൽസും ഉണ്ട്. ഇങ്ങനെ വരുന്നു ടോപ്പ് ആൻഡ് ദുപ്പട്ട. ബോട്ടം വന്നേക്കുന്നത് വൈറ്റ് കളർ ഫാബ്രിക്കിൽ ബ്ലൂ ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷനുള്ള പ്രിന്റഡ് ആയിട്ടുള്ള കോട്ടൺ ആണ് ബോട്ടം ഫാബ്രിക്. ഇങ്ങനെ വരുന്നു ഫുൾ സെറ്റ്. പ്രൈസ് വരുന്നത് 1980. അടുത്ത ഒരു മാംഗോ യെല്ലോ ഷെയ്ഡാണ്. നല്ല ഭംഗിയുള്ളൊരു മാംഗോ യെല്ലോ, കറക്റ്റ് ഒരു മാംഗോ യെല്ലോ ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള കളറാണ്. ഈ കണ്ടോ, ഇതിലേക്ക് ഇതാ ഒരു ടിൻറ്റ് കുറവായിട്ടുള്ള കളറിലാണ് എൻ്റെ ഡിസൈൻ പോയിട്ടുണ്ട്. ഇതാ ഇങ്ങനെ വരുന്ന ഡിസൈൻ. ഇതാണ് കേട്ടോ പ്രിന്റ്. ഇങ്ങനെയാ വരുന്നു ടോപ്പ് ഫാബ്രിക്. ബാക്കിലും ഓൾ ഓവർ സെയിം കളർ, ഒറ്റ കളറാണ് വന്നേക്കുന്നത്. ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട. ഈ യെല്ലോ ഷെയ്ഡ്സിന് ഭയങ്കര ഡിമാൻഡാണ്. നല്ല രസമല്ലേ? ഈ മാംഗോയിൽ എല്ലാവർക്കും ചേരും, എല്ലാ സ്കിൻ ടോൺസിനും ചേരുന്ന കളറുമാണ്. ഇങ്ങനെ വരുന്നു ദുപ്പട്ട. ഇതാണ് ദുപ്പട്ട വന്നേക്കുന്നത്. സെയിം കളറിൽ തന്നെ. പ്രിന്റ് കുറച്ചുകൂടി വലിയ പ്രിന്റാണ്. നല്ല ഭംഗിയുള്ള, ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് അടിപൊളിയായിരിക്കും കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ്. ആൻഡ് ബോട്ടം വന്നേക്കുന്നത് കോട്ടൺ ഫാബ്രിക്കിൽ പ്രിന്റഡ് ആയിട്ട്. അതാണ് കോട്ടൺ ബോട്ടം ആണ്. പ്രിന്റ് ഇങ്ങനെ വരുന്നു ബോട്ടം. ആൻഡ് ഇവിടെ ഒരു ബോർഡർ പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വരുന്നു ഫുൾ സെറ്റിന്റെ ലുക്ക്. പ്രൈസ് വരുന്നത് 1980. അടുത്ത ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ ആണ്. നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ്. ഇത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്താണ് കേട്ടോ. നല്ല രസമുള്ളൊരു പ്രിന്റ് ആണ്. നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ ആണ്. അതിലേക്ക് ഇതാ ഇങ്ങനെ വരുന്നു പ്രിന്റ്. വൈറ്റും ബ്ലൂവും ഗ്രീനും കളറിലുള്ള നല്ല രസമുള്ള കളർ കോമ്പിനേഷൻസും നല്ല കുഞ്ഞു കുഞ്ഞു പ്രിന്റും ആണ്. അതിന്റെ ബോർഡർ ഇതാ ഇങ്ങനെ കൊടുത്തേക്കുന്നു. ബാക്കിലും ഓൾ ഓവർ പ്രിന്റ് ആണ്. ഇങ്ങനെ വന്നേക്കുന്നു ടോപ്പ് ഫാബ്രിക്. ആൻഡ് ദുപ്പട്ട വന്നേക്കുന്നത് വൈറ്റ് കളറിൽ ബ്ലൂ കളറിലുള്ള പ്രിന്റ്. നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് കേട്ടോ. വലിയ പ്രിന്റില് ഇങ്ങനെ വരുന്നു ദുപ്പട്ട. നല്ല ഭംഗിയുള്ള പ്രിന്റാണ്. ഇങ്ങനെ വരുന്നു പ്രിന്റ്. കണ്ടല്ലോ അല്ലെ? ഇങ്ങനെ വരുന്നു. നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ്. അടിപൊളിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല രസമായി, നല്ല ബോഡി ഹഗ്ഗിങ് ആയിട്ട് ഫിഗർ ഫിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കിടക്കുന്ന ഫാബ്രിക് ആണ് കേട്ടോ. ദുപ്പട്ടയുടെ പ്രിന്റ് ഇതാണ്. ബോട്ടം വന്നേക്കുന്ന അടിപൊളി പ്രിന്റ് ആണ്. ഈ സ്ട്രൈപ്സ് പാറ്റേൺ വന്നിട്ട് വൈറ്റ് കളറിൽ ബ്ലൂ കളർ കോമ്പിനേഷൻ. വൈറ്റ് ആൻഡ് ബ്ലൂ അടിപൊളി കളർ കോമ്പിനേഷൻ അല്ലേ? ഇങ്ങനെ വരുന്ന ഫുൾ സെറ്റ്. പ്രൈസ് വരുന്നത് 1980. അടുത്തത് അടിപൊളിയായിട്ടുള്ള ഒരു ബ്രിക്ക് റെഡ് ഷെയ്ഡാണ്. നല്ല ഭംഗിയുള്ള, എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ഏത് ഫാബ്രിക്കിൽ ഇട്ടാലും ഭയങ്കര എന്താണ് അടിയാണ് ഈ ഒരു കളറിന്. ഇങ്ങനെ വരുന്നു പ്രിന്റ്. ലീഫ് ഡിസൈൻ ആണ്. ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് ബേജ് ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷനിലാണ് പ്രിന്റ് പോയേക്കുന്നത്. ആൻഡ് ബോർഡർ ഇങ്ങനെ കൊടുത്തേക്കുന്നു. ഗ്രീൻ ആണ് ഇതിന്റെ കളർ കോമ്പിനേഷൻ വന്നേക്കുന്നത്. ഇങ്ങനെ വരുന്നു ടോപ്പ് ഫാബ്രിക്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് കേട്ടോ. ആൻഡ് ദുപ്പട്ട വന്നേക്കുന്നത് ഒരു ബേജ് കളറിൽ ഒരു ഓഫ് വൈറ്റ്, ഒരു ക്രീമിഷ് ഓഫ് വൈറ്റ് ഉണ്ടല്ലോ, അതിലേക്ക് ഒരു ഗോൾഡൻ കൂടി ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു കളറിലാണ് വന്നേക്കുന്നത്. ഇങ്ങനെ വരുന്നു. ആൻഡ് ഗ്രീൻ ആണ് ഇതിന്റെ കളർ കോമ്പിനേഷൻ. ബോർഡറിലൊക്കെ കൊടുത്തേക്കുന്നത് ടോപ്പിന്റെയും ദുപ്പട്ടയുടെ ഒക്കെ ബോർഡറിൽ വന്നേക്കുന്ന കളർ ബോട്ടിൽ ഗ്രീൻ കളറാണ്. ഇതാ ഇങ്ങനെ വന്നേക്കുന്നത് ദുപ്പട്ട. പ്രിന്റ് ഇതാണ് കേട്ടോ. ഇങ്ങനെ വരും പ്രിന്റ്. ഇങ്ങനെ വരുന്നു പ്രിന്റ്. ആൻഡ് ദുപ്പട്ടയുടെ എൻഡിലായിട്ട് ഇതാ ഇങ്ങനെ ബോട്ടിൽ ഗ്രീൻ കളറിലാണ് വന്നേക്കുന്നത്. എൻഡിലായിട്ട് ടോപ്പിന്റെ സെയിം ആ ഒരു കളർ കോമ്പിനേഷനിൽ വന്നേക്കുന്നത്. ഇങ്ങനെയാണ് ടോപ്പ് ആൻഡ് ദുപ്പട്ട. നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ടൈപ്പാണ് കേട്ടോ. തലയിലൊക്കെ ഇടുന്ന കസ്റ്റമേഴ്സിനാണ് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ദുപ്പട്ടയാണെങ്കിലും ഇടാൻ പറ്റും. നല്ല ഒതുങ്ങി നിൽക്കുന്ന ടൈപ്പാണ്. ഇട്ടാൽ അങ്ങനെ കിടക്കുകയും ചെയ്യും, ഒഴുകി അങ്ങനെ പോകുന്ന ടൈപ്പും അല്ല.
ബോട്ടം വന്നേക്കുന്നത് ഓഫ് വൈറ്റ് കളറിൽ ബ്ലാക്ക് കളറിലുള്ള പ്രിന്റഡ് ആയിട്ടുള്ള കോട്ടൺ ആണ് ബോട്ടം. ഇങ്ങനെ വരുന്നു ഫുൾ സെറ്റിന്റെ ലുക്ക്. പ്രൈസ് വരുന്നത് 1980. അടുത്തത് മഹേശ്വരി സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന കളക്ഷൻ ആണ്. ഇത് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മഹേശ്വരി സിൽക്കിന്റെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കാണിച്ചൊരു പ്രിന്റ് ആണ്. അത് നമുക്ക് ഇപ്പോഴാണ് റീസ്റ്റോക്ക് കിട്ടുന്നത് കേട്ടോ. പെട്ടെന്ന് ചാടി എടുത്തോളാം. നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ്. ഒരു എന്ത് ബ്ലൂ, ഒരു ഇങ്ക് ബ്ലൂ ആണ്. അതിലേക്ക് ഇതാ പിങ്ക്, ഗ്രീന്, വൈറ്റ് കളർ കോമ്പിനേഷനിലൊക്കെ നല്ല ഭംഗിയുള്ള പ്രിന്റും നല്ലൊരു കളർ കോമ്പിനേഷൻസും ആണ്. ജാൾ ഡിസൈൻ പോകുന്നു. ഫ്രണ്ടിലും ബാക്കിലും ഓൾ ഓവർ പ്രിന്റ്. ദുപ്പട്ട വന്നേക്കുന്നത് ഒരു ഓഫ് വൈറ്റ് ആണ്. പ്യുവർ വൈറ്റും അല്ല ഓഫ് വൈറ്റും അല്ല, രണ്ടിന്റെയും മിഡിൽ നിൽക്കുന്ന ഒരു കളറാണ്. ഇങ്ങനെ വരുന്നു ദുപ്പട്ട. നല്ല ഭംഗിയുള്ള പ്രിന്റാണ്. ടോപ്പിന്റെ സെയിം പ്രിന്റ് തന്നെയാണ് ദുപ്പട്ടയിൽ വന്നേക്കുന്നത്. ഇങ്ങനെ വരുന്നു. ആ ഒരു ബ്ലൂ ബോർഡേഴ്സ് ആണ് കൊടുത്തേക്കുന്നത്. മഹേശ്വരി സിൽക്കിന്റെ ബോർഡറും ഉണ്ട്. ആൻഡ് ബോട്ടം വന്നേക്കുന്നത് വൈറ്റ് കളറിൽ ഇങ്ങനെ പ്രിന്റഡ് ആയിട്ട് വരുന്നു. ഇങ്ങനെ വരുന്നു ഫുൾ സെറ്റിന്റെ ലുക്ക്. ഇത് മഹേശ്വരി സിൽക്ക് ആണ് കേട്ടോ. ഇപ്പൊ ഇത് മുതൽ മഹേശ്വരി സിൽക്ക് ആണ്. പ്രൈസ് വരുന്നത് 2200. അടുത്ത ഒരു ഗ്രേ കളർ കോമ്പിനേഷൻ ആണ്. അതിലേക്ക് ഇതാ ഇങ്ങനെ വരുന്നു. ഫുള്ള് ജാൽ ഡിസൈൻ ആണ് ഇങ്ങനെ വന്നേക്കുന്നു. അതിലേക്ക് പീച്ച്, ഓറഞ്ച്, ഗ്രീൻ കളർ കോമ്പിനേഷനിൽ മൾട്ടി കളർ ആയിട്ട് വന്നേക്കുന്ന പ്രിന്റ് ആണ്. ജാൽ ഡിസൈൻ പോലെ ഇങ്ങനെ പോകുന്നു. ഫുള്ള് പ്രിന്റ് ആണ്. ഫ്രണ്ടിലും ബാക്കിലും എല്ലാം പ്രിന്റ് ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള വെറൈറ്റി ആയിട്ടുള്ളൊരു കളറാണ് കേട്ടോ. ഇതൊരു ഗ്രേ ആണ്. കളർ കറക്റ്റ് ആണല്ലോ അല്ലേ? അതെ, ഗ്രേ കളറാണ്. നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റും ആണ്. ബോർഡേഴ്സ് ഇതാ ഇങ്ങനെ വരുന്നു. ചെറിയ ബോർഡറാണ്, വീതി കുറഞ്ഞ ടൈപ്പ് ബോർഡറാണ്. ഇങ്ങനെ വരുന്നു ടോപ്പ് ഫാബ്രിക്. നല്ലൊരു റയർ ആയിട്ട് ക്ലാസി ആയിട്ടുള്ള കളറാണ് കേട്ടോ. ഫുള്ളി കളർ തന്നെയാണ്. ഫ്രണ്ടിൽ മാത്രമാണ് ദുപ്പട്ടയിൽ ഡിഫറൻസ് ഉള്ളൂ. സെയിം കളർ തന്നെ ദുപ്പട്ട. അതിലേക്ക് ആ ഒരു പിങ്ക് കളറിലാണ് പ്രിന്റ് പോകുന്നത്. നല്ല ഭംഗിയുള്ള സെറ്റാണ് കേട്ടോ. ഇങ്ങനെ വരുന്നു ദുപ്പട്ട. നല്ല സോഫ്റ്റ് ഫാബ്രിക് ആണ്. ഇങ്ങനെ റിച്ച് ലുക്ക് ഉള്ള ഒരു ഫാബ്രിക് ആണ് ഇത്. ഇന്നത്തെ എല്ലാം നല്ല അടിപൊളി റയർ പീസസ് ആണ്. കളേഴ്സും ആണ്. ആൻഡ് ബോട്ടം വന്നേക്കുന്ന ആഷ് ഒരു ഗ്രേ കളറിൽ തന്നെ പിങ്ക് കളർ ഈ സെയിം പ്രിന്റ് തന്നെ ദുപ്പട്ടയുടെ സെയിം പ്രിന്റ് തന്നെ വരുന്നു. ഇങ്ങനെയാണ് ഫുൾ സെറ്റിന്റെ ലുക്ക്. പ്രൈസ് വരുന്നത് 2200. നെക്സ്റ്റ് ഒരു ഡസ്റ്റ് യെല്ലോ എന്ന് പറയാം. ഒരു ചെറിയൊരു ഗോൾഡൻ ടിന്റും യെല്ലോ ടിന്റും കൂടെ മിക്സ് ആയിട്ട് വന്നേക്കുന്നത് നല്ലൊരു റയർ കളറാണ് കേട്ടോ. അതിലേക്ക് ഇതാ ഓറഞ്ച് കളറിലുള്ള ലോട്ടസിന്റെ ഡിസൈൻ ആണ്. ഓറഞ്ച് ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷൻ. ഇങ്ങനെ വരുന്നു പ്രിന്റ്. കളറ് കറക്റ്റ് ആണല്ലോ അല്ലേ? അതെ, ഇങ്ങനെ വരുന്നു. നല്ലൊരു യെല്ലോ ടിന്റും ഉണ്ട്, ഗോൾഡൻ ടിന്റും കൂടെ ഉണ്ട്. രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള കളറാണ്. ബോർഡർ ഇതാ ഇങ്ങനെ വരുന്നു. ഈ ബോർഡർ ഒക്കെ കൊടുത്ത് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇതാണ് ബോർഡർ. ബാക്കിലും ഓൾ ഓവർ പ്രിന്റ് ആണ്. നല്ല ഫാബ്രിക് ഉണ്ട്. 49-50 ഇഞ്ചസ് ലെങ്ത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഇങ്ങനെ കണ്ടോ? ഞാൻ അത്യാവശ്യം ഹൈറ്റ് ഉള്ള ആളാണ് കേട്ടോ. അപ്പൊ എനിക്ക് വെക്കുമ്പോ അത്രയും ഹൈറ്റിൽ വെക്കുമ്പോൾ അത്യാവശ്യം നല്ല ഫാബ്രിക് ഉണ്ട് കേട്ടോ. ഇത് ദുപ്പട്ട വന്നേക്കുന്നതും നല്ല ഭംഗിയുള്ളൊരു ഓഫ് വൈറ്റ് കളറിലാണ്. ഒരു ചെറിയൊരു ക്രീമിന്റെ ടിന്റും കൂടെ ഉള്ളൊരു ഓഫ് വൈറ്റ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റാണ് കേട്ടോ. ഇന്നത്തേതെല്ലാം ഏതെടുക്കും എന്നുള്ളതാണ്. അത്രയും നല്ല കളക്ഷൻസ് ആണ് ഇന്നത്തെ എല്ലാം. ഇതാ ഇങ്ങനെ വരുന്ന ദുപ്പട്ട. നല്ല ഭംഗിയുള്ള പ്രിന്റാണ് ദുപ്പട്ടയുടെ പ്രിന്റ് കേട്ടോ. ഇങ്ങനെ വരുന്നു. എൻഡിലായിട്ട് ഇതാ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് സെറ്റ്. ബോട്ടം വന്നേക്കുന്നത് ഒരു ഓഫ് വൈറ്റ് ആണ്. ഒരു പ്യുവർ വൈറ്റും അല്ല ഓഫ് വൈറ്റും അല്ലാത്തൊരു ക്രീമിഷ് ആ ഒരു കളറാണ്. അതിലേക്ക് ഇതാ നല്ല ഭംഗിയുള്ള പ്രിന്റഡ് ആയിട്ടുള്ള ബോട്ടം. ഫുൾ സെറ്റ് ഇങ്ങനെ വരുന്നു. പ്രൈസ് 2200. നെക്സ്റ്റ് ഒരു കോൺട്രാസ്റ്റ് കളർ കോമ്പിനേഷനിലുള്ളത് കാണാം. ഇതൊരു ഗ്രീൻ ആണ്, ഒരു പേസ്റ്റൽ ഗ്രീൻ ആണ്. അതിലേക്ക് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് കേട്ടോ. ഇതേ അതിലേക്ക് പ്രിന്റ് ഇങ്ങനെ വരുന്നു. പീച്ച് ആൻഡ് ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡിലുള്ള പ്രിന്റ് ആണ് വന്നേക്കുന്നത്. നല്ല ഭംഗിയുള്ള സെറ്റാണ് കേട്ടോ. കോൺട്രാസ്റ്റ് ആണ്, കളർ കോമ്പിനേഷൻ കാണാം കേട്ടോ. നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ ആണ്. ബോർഡർ ഇങ്ങനെ വന്നേക്കുന്നു. ഓൾ ഓവർ പ്രിന്റ് ആണ്. ഫ്രണ്ടും ബാക്കും പ്രിന്റഡ് ആയിട്ട് വന്നേക്കുന്നു. നല്ല ലെങ്ത് ഉള്ള ഫാബ്രിക്കും ആണ്. ദുപ്പട്ട വന്നേക്കുന്നത് ഒരു ലൈറ്റ് പീച്ച് ടോൺ ആണ് കേട്ടോ. ഒരു ഓറഞ്ചും ലൈറ്റ് ഒരു പേസ്റ്റൽ ഓറഞ്ച് എന്ന് പറയാം, പക്ഷെ ഒരു പീച്ചിന്റെ ടിന്റും കൂടെ ഉണ്ട്. ഇങ്ങനെ വരുന്നു ദുപ്പട്ട. കോൺട്രാസ്റ്റ് കളറാണ്. ഇതുവരെ കണ്ടതിൽ കാര്യം കുറച്ച് ഡാർക്ക് കളറിലുള്ള കോൺട്രാസ്റ്റ്. പിന്നെ എന്ത് ഭംഗിയാണ്, നോക്കി നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ്. ഗ്രീനും ആ ഒരു പീച്ചിഷ് ഓറഞ്ചും കളറും കൂടെയാണ്. ഇങ്ങനെ വരുന്നു ടോപ്പ് ആൻഡ് ദുപ്പട്ട. ബോട്ടം വന്നേക്കുന്നത് ലൈറ്റ് ഒരു ഓറഞ്ച് പീച്ചിഷ് ഓറഞ്ച് ഷെയ്ഡിലേക്ക് ആ ഒരു ഗ്രീൻ ഷെയ്ഡിലുള്ള പ്രിന്റഡ് ആയിട്ടുള്ള ഫാബ്രിക്.
ഇങ്ങനെ വരുന്നു ബോട്ടം. ദുപ്പട്ടയുടെ പ്രിന്റ്, ബോട്ടം ഇതിങ്ങനെ വരുന്നു. ഇങ്ങനെ വരുന്നു സെറ്റ്. പ്രൈസ് 2200. അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക. വാട്സപ്പിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ കൂടി ഒന്ന് അതിനെ ഇട്ട് പോവുക. അടിപൊളി കളക്ഷൻസ് മിസ്സാക്കാതെ കാണണം കേട്ടോ. പുതിയ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീണ്ടും കാണാം. ബൈ.